എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോക്ലേറ്റ് ഷിഫോൺ കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് മുട്ടത്തോട് ഇതുപോലെ പൊട്ടി വീണാൽ മുട്ടത്തോട് കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് നമുക്കത് അതിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇനി ഈ മുട്ട മഞ്ഞ വേറൊരു ബൗളിലേക്ക് മാറ്റാം. വെള്ളം മറ്റൊരു ബൗളിലേക്ക് എടുക്കുക. ഇങ്ങനെ 5 മുട്ടയാണ് നമുക്ക് ഈ റെസിപ്പിയിലേക്ക് ആവശ്യമുള്ളത്. വലിയ മുട്ട 5 എണ്ണം. മുട്ട ചെറുതാണെങ്കിൽ 6 എണ്ണം എടുക്കണം. ഇതേപോലെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ട വെള്ളയിലേക്ക് മഞ്ഞയുടെ അംശം ഒട്ടും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട വെള്ളയിൽ മുട്ടയുടെ മഞ്ഞയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാറ്റിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ മുട്ട കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 75 മില്ലി റിഫൈൻഡ് ഓയിൽ എടുക്കുക. അതായത് 5 ടേബിൾ സ്പൂൺ എണ്ണ. ഇനി 1/2 കപ്പ് അതായത് 120 മില്ലി പാല്. കുറച്ച് ചൂടുള്ള പാലാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. ഒത്തിരി ചൂട് വേണ്ട, നേരിയ ചൂടുള്ള പാല്. ഇനി ഇതിലേക്ക് 70 ഗ്രാം അതായത് 7 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡറാണ് ചേർക്കേണ്ടത്. 30 ഗ്രാം അതായത് 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർക്കുക. ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും. ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ആ മുട്ട മഞ്ഞ ചേർത്ത് കൊടുക്കുക. അത് ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഫ്ലേവറിനായിട്ട് ഒരല്പം സിന്നമൺ പൗഡർ അതായത് കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ ചോക്ലേറ്റ് ഉള്ള റെസിപ്പികളിലൊക്കെ കുറച്ച് സിന്നമൺ പൗഡർ ചേർത്താൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇത് സൈഡിലേക്ക് വയ്ക്കാം. ഇനി മുട്ട വെള്ള ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ അതായത് 10 മില്ലി വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് പതഞ്ഞ് വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് 75 ഗ്രാം അതായത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിലേക്ക് ബീറ്റ് ചെയ്യുക. ഈ മുട്ടവെള്ളയിലുള്ള വെള്ളത്തിൻ്റെ അംശം കൊണ്ട് പഞ്ചസാര ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. 300 വാട്ടിൻ്റെ ഒരു ബീറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ 3-ലിട്ടിട്ട് ഒരു 4 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു സോഫ്റ്റ് പീക്ക് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബീറ്ററിൻ്റെ ബ്ലേഡ് ഇങ്ങനെ പൊക്കിയെടുത്ത ശേഷം ഇതിങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടിപ്പിലുള്ള മുട്ടവെള്ള വളഞ്ഞു വന്നിരിക്കുന്നത് കാണാം. അടിഭാഗം തൊട്ട് ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ വന്നിരിക്കുന്നതുണ്ട്. സോഫ്റ്റ് പീക്കിലെത്തുമ്പോഴാണ് ഇതേപോലെ വളഞ്ഞു വരുന്നത്. സ്റ്റിഫ് പീക്കിലെത്തുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വളവില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോഴാണ് സ്റ്റിഫ് പീക്കിലെത്തി എന്ന് പറയുക. നമുക്ക് ഇതിലേക്ക് ഈ സോഫ്റ്റ് പീക്കിൻ്റെയും പിന്നെ സ്റ്റിഫ് പീക്കിൻ്റെയും ഇടയിലുള്ള ഒരു സ്റ്റേജാണ് വേണ്ടത്. അപ്പോഴാണ് ഇതിൽ മാക്സിമം ബബിൾസ് ഉണ്ടാകുന്നതും നമ്മുടെ കേക്കിന് കൂടുതൽ ഹൈറ്റ് കിട്ടുന്നതും. അപ്പോൾ ഈ കുറച്ച് സമയം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിനി സ്പീഡ് കുറച്ചിട്ട് ഒരു പോയിൻ്റ് കൂടി ഒന്ന് കുറച്ചിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് മുകളിൽ ഒന്ന് വളഞ്ഞു വന്നിരിക്കുന്നത്, ആ ടിപ്പ് മാത്രം വളഞ്ഞു വന്നിരിക്കുന്നത് കാണാം. അതായത് ഇത് സോഫ്റ്റ് പീക്ക് സ്റ്റേജ് കഴിഞ്ഞു, എന്നാൽ സ്റ്റിഫ് പീക്കിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു പാകത്തിന് എത്തിയാൽ മതിയാകും. ഇനി നമുക്ക് ഈ ബീറ്റർ മാറ്റി വയ്ക്കാം. ഈ മുട്ടവെള്ളം ഇങ്ങനെ പതപ്പിച്ചെടുത്തതിന് മെറാങ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ 1/3 ഭാഗം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. സാവധാനം ഒരു വിസ്ക് ഉപയോഗിച്ച് യോജിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മിക്സായി കിട്ടിക്കോളും. ഇനി ഈ മിശ്രിതം മെറാങ്ങിലേക്ക് മുഴുവനായിട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി വിസ്ക് ഉപയോഗിച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ആകുന്ന ഒരേപോലെ മിക്സായി കിട്ടുന്നത് വരെ ഇതേപോലെ സാവധാനം യോജിപ്പിച്ചെടുക്കുക. ഏറ്റവും അവസാനം സ്പാച്ചുല ഉപയോഗിച്ചും ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം.
ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ 7 ഇഞ്ച് വട്ടും പിന്നെ 4 ഇഞ്ച് ഹൈറ്റ് ആ ഒരു വലിപ്പമുള്ള ടിന്നാണ് ഉപയോഗിക്കുന്നത്. ഇതല്ലെങ്കിൽ 8 ഇഞ്ച് വട്ടും 3 ഇഞ്ച് ഹൈറ്റും ഉള്ള ഒരു ടിന്നാണെങ്കിലും അതിലാണെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്യാം. ഈ ടിന്നിൽ നമ്മൾ എണ്ണയൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുക്കേണ്ട. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകാനായിട്ട്. ഇനി ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് ലൂസായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതൊരു വലിയ ട്രേയിലേക്ക് വയ്ക്കുക. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വാട്ടർ ബാത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള OTGയിൽ 140 ഡിഗ്രി സെൽഷ്യസിൽ 1.5 മണിക്കൂർ വരെയാണ് ഈ കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. ഇതിങ്ങനെ വാട്ടർ ബാത്ത് കൊടുത്ത് ബേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരുന്നത്. 1.5 മണിക്കൂർ, അത് 90 മിനിറ്റൊക്കെ വേണ്ടി വരുന്നത്. വാട്ടർ ബാത്ത് കൊടുക്കാതെ ഈ കേക്ക് ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ടിൻ ഉപയോഗിക്കരുത്. അതിന് പകരം ട്യൂബ് പാൻ ഉണ്ടല്ലോ, അതിൽ ബേക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ കേക്കിന് മുകളിൽ കൂടുതൽ ക്രാക്സ് ഉണ്ടാകും. ട്യൂബ് പാനിലാകുമ്പോൾ അത്രയധികം ക്രാക്സ് ഉണ്ടാവില്ല. അപ്പോൾ വാട്ടർ ബാത്ത് ഇല്ലാതെ ഒരു 65 മിനിറ്റ് കൊണ്ടൊക്കെ കേക്ക് ബേക്കായി കിട്ടും. പിന്നെ നമ്മളിങ്ങനെ വെള്ളത്തോടു കൂടി ട്രേ ഓവൻ്റെ ഉള്ളിൽ വെക്കുമ്പം അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ 150 ഡിഗ്രിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ട്രേ ഉള്ളിൽ വെച്ച ശേഷം നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ചൂട് 110 ഡിഗ്രി ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഓവൻ്റെ ഉള്ളിൽ 140 ഡിഗ്രി ചൂട് കിട്ടാനായിട്ട് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ ഓവനും ഇതുപോലെ ആവണമെന്നില്ല കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് വണ്ടർ ഷെഫിൻ്റെ OTG ആണ്. അതിലിങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഏത് ടൈപ്പ് ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമ്മുടെ കയ്യിലൊരു ഓവൻ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചൂട് ഓവൻ്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ 1.5 മണിക്കൂർ ബേക്ക് ചെയ്താലും ഈ കേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ കുക്കാവില്ല. ഉൾഭാഗം വേവാതിരിക്കും. ഉൾഭാഗം കുക്കാകാതെ നമ്മൾ കേക്ക് പുറത്തേക്ക് എടുത്താൽ കേക്ക് പുറത്തെടുത്ത ഉടനെ തന്നെ അങ്ങ് താഴ്ന്നു പോകും. അവസാനത്തെ 20 മിനിറ്റ് അലുമിനിയം ഫോയിൽ മാറ്റിയതിന് ശേഷം വേണം ബേക്ക് ചെയ്യാൻ. ഇത് ബേക്കായി ഉടനെ പുറത്തെടുത്ത ശേഷം ഒന്ന് രണ്ട് തവണ ഇതുപോലെ തട്ടി കൊടുക്കണം. അതിനുശേഷം ഇത് ഒരു വയർ റാക്കിലേക്ക് ഒന്ന് കമഴ്ത്തി വയ്ക്കുക. എന്നിട്ടിങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് കുറച്ച് സമയം ഇത് ചൂടാറാനായിട്ട് ഇതേപോലെ വയ്ക്കുക. ചൂടാറി കഴിഞ്ഞാൽ ഇട്ടിൽ നിന്ന് വേഗം വിട്ട് കിട്ടും. നമ്മുടെ കേക്ക് ഒട്ടും ഡീപ്ലൈറ്റായി പോയിട്ടൊന്നുമില്ല. അതായത് ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടവെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുക്കുക, പിന്നെ അത് ശരിയായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓവൻ്റെ ഉള്ളിലെ ചൂട് ശരിയായിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഇത് മുറിച്ച് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല ഫൈൻ ക്രംബായിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് ഉള്ളത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുക്കാം. മാജിക് ഇൻഗ്രീഡിയൻസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എൻ്റേതായ രീതിയിൽ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.